അതായത് എം കുഞ്ഞാമൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് എതിര്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ വാടാനാംകുറിശ്ശിയിൽ 1943 ജനിച്ചു. ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ എക്കണോമി അദ്ദേഹത്തിന്റെ കൃതിയാണ്. 2023 ഡിസംബർ 3 അദ്ദേഹം മരണമടഞ്ഞു. ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ? ാണ് എതിര് എന്ന് പറയുന്നത്. ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ വാടാനാംകുറിശ്ശിയിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ വർഷം തെറ്റാണ്. സോ ഈ രണ്ടാമത്തത് തെറ്റായിട്ട് മാറും. ഏതാണ്? പാലക്കാട് ജില്ലയിലെ വാടാനാംകുറിശ്ശിയിൽ ജനിച്ചു. ജനിച്ച ഇയർ എന്ന് പറയുന്നത് 1949. ഏത് വർഷമാണ്? തിരുക്കൊച്ചി രൂപീകരിച്ച അതേ വർഷം തന്നെ 49 ജനിച്ചു. ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ എക്കണോമി എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൃതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്. 2023 ഡിസംബർ 3 അദ്ദേഹം മരണമടഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണമടഞ്ഞു. ഓക്കെ. അപ്പം എം എന്ന് പറയുന്ന ഇനിഷ്യൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? എം കുഞ്ഞാമൻ എന്നിട്ടാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹം എന്ന് പറഞ്ഞിരിക്കുന്നത് MA-യിൽ ഫസ്റ്റ് റാങ്ക് നേടിയ ഒരു വ്യക്തിയാണ്. ദളിത് വർഗത്തിൽ പെടുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ടാണ് അടിച്ചമർത്തപ്പെട്ടലിന്റെ കാര്യങ്ങളൊക്കെ ഈ ഇദ്ദേഹത്തിന്റെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വ്യക്തിയാണ്. 2021. ഏത് വർഷമാണ്? 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡ് എതിര് എന്ന് പറഞ്ഞിരിക്കുന്ന കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? നിരസിച്ചു ഈ ഒരു സംഭവം. പക്ഷെ എന്നാൽ നമ്മൾ പഠിക്കണം. സാഹിത്യ അക്കാദമി ജീവചരിത്രം, പേരെന്തോ? എതിര്. പക്ഷെ എന്ത് ചെയ്തു? അവാർഡ് നിരസിച്ചു. അദ്ദേഹം വളരെ വലിയൊരു എക്കണോമിസ്റ്റ് ആണ് കേട്ടോ. എക്കണോമിസ്റ്റ് ആണ്. എം കുഞ്ഞാമൻ എന്നിട്ടല്ലേ പേര്? എം കുഞ്ഞാമൻ. എം എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? മണ്യമ്പത്തൂർ എന്നാണ്. എന്താണ് എം ഡിനോട്ട് ചെയ്യുന്നത്? മണ്യമ്പത്തൂർ. മണ്യമ്പത്തൂർ. മരിച്ച വർഷം 2023 ഡിസംബർ 3. ഓൺ 1949. പിന്നെ ഇദ്ദേഹത്തിന്റെ ബുക്സ് കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പൊ ബുക്സിനകത്ത് ഒരെണ്ണമാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്? ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ എക്കണോമി എന്ന് പറഞ്ഞിരിക്കുന്ന ബുക്സ്. പ്രധാനമായിട്ടും 4 ബുക്സ് ഉണ്ട്. അതിനകത്ത് വന്നിരിക്കുന്നത് ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ എക്കണോമി. അടുത്താണ് ഏത്? സ്റ്റേറ്റ് ലെവൽ പ്ലാനിംഗ് ഇൻ ഇന്ത്യ. സ്റ്റേറ്റ് ലെവൽ പ്ലാനിംഗ് ഇൻ ഇന്ത്യ. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കാണ് ഗ്ലോബലൈസേഷൻ. നാലാമത്തെ ഒരു ബുക്ക് കൂടെ ഉണ്ട്. ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ എക്കണോമി, സ്റ്റേറ്റ് ലെവൽ പ്ലാനിംഗ് ഇൻ ഇന്ത്യ, ഗ്ലോബലൈസേഷൻ, എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ. എക്കണോമിക് ആൻഡ് സോഷ്യൽ. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ജീവചരിത്രമായിട്ടുള്ള എതിരിന്. അദ്ദേഹം അവാർഡ് നിരസിച്ചു. എം കുഞ്ഞാമൻ എന്ന് പറഞ്ഞതിനകത്ത് എം എന്ന് പറഞ്ഞ ഇനിഷ്യൽ ഡിനോട്ട് ചെയ്യുന്നത് മണ്യമ്പത്തൂർ എന്നാണ്. മരിച്ചത് 2023 ഡിസംബർ 3 ജനിച്ച വർഷം 1949. ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ എക്കണോമി എന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ്. അതിപ്പോ പരീക്ഷയ്ക്കകത്ത് വന്നു. ഇനി പരീക്ഷയ്ക്ക് വരാം. സ്റ്റേറ്റ് ലെവൽ ഓഫ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ. എന്താണ്? സ്റ്റേറ്റ് ലെവൽ ഓഫ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ എന്നത് അദ്ദേഹത്തിന്റെ അടുത്തൊരു ബുക്കാണ്. ഗ്ലോബലൈസേഷൻ എന്നത് ബുക്കാണ്. എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ എന്ന് പറഞ്ഞിരിക്കുന്നതും അടുത്ത ഒരു ബുക്കാണ്. എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ്
സോഷ്യൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പാലക്കാട് ജില്ലയിലാണ് ജനിച്ചത്. വാടാനം കുറിശി എന്ന് പറയുന്ന സ്ഥലത്ത്. ഇതാണ് പാലക്കാട് ജില്ലയിലെ വാടാനാം കുറിശി എന്ന് പറയുന്ന, പട്ടാമ്പിക്ക് അടുത്തൊരു സ്ഥലമാണിത്. വാടാനാം കുറിശി. മേ ബി ഇനിയും പരീക്ഷയ്ക്ക് പട്ടാമ്പി എന്ന് ചോദിക്കാം. വാടാനാം കുറിശി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ ഒന്ന് പോയിട്ട് വരാം. അതായത് എം കുഞ്ഞാമൻ, മണ്യംബ്യാർ എന്നാണ് എം എന്ന് പറഞ്ഞതിന്റെ ഇനിഷ്യൽ. സോറി, മണ്യംബത്തൂർ. ഇനിയും പാലക്കാട് ജില്ലയിലെ വാടാനം കുറിശി വരെ ശരിയാണ്, പക്ഷെ ഇങ്ങോട്ടുള്ളത് തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് എന്തുവാ 49-ലാ ജനിച്ചത്. നമ്മൾ ചാടി കയറി ആൻസറിലേക്ക് ഒന്നും പോകരുത്, വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ എക്കണോമി അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഇനി നമുക്ക് ഇതിന് പകരമായിട്ട് എന്തൊക്കെ ചോദിക്കാം? ഗ്ലോബലൈസേഷൻ ചോദിക്കാം. സ്റ്റേറ്റ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ, സംസ്ഥാനത്തിന്റെ ആസൂത്രണം ഇന്ത്യയില്. ദെൻ വേറെ എന്തുണ്ട്? ഗ്ലോബലൈസേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ഏത്? ഒരു ബുക്ക്, 4ാമത്തെ ബുക്കിന്റെ പേര് എന്തുവാ? എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ. എന്താണ്? എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ എന്ന് പറയുന്ന ബുക്കുണ്ട്. മരിച്ചത് 2023 ഡിസംബർ മാസം 3-ാം തീയതിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതൊക്കെ വരും ശരിയായിട്ടുള്ളത്? 1, 3, 4 കിട്ടിയോ? 1, 3, 4 ഏതായിട്ട് വരും? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട്. അപ്പൊ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു. 2025 വരെ കേരള PSC നടത്തിയിരിക്കുന്ന മുൻകാല ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കണക്റ്റഡ് പോയിന്റ്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 11 മണി മുതൽ 12 മണി വരെ മൺഡേ മുതൽ ഫ്രൈഡേ വരെയാണ് ക്ലാസ് വരുന്നത്. വരുന്ന ബെപ്കോ, LDC, BFA, APO, കമ്പനി ബോർഡ് OA എന്നിവയ്ക്ക് ഈ ഒരു കോഴ്സ് ഉപകരിക്കും. GKയും സയൻസും കൂടെ ചേർത്തിട്ട് ടോട്ടൽ 70 മാർക്കിൻ്റെ കൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ ഇതുമായിട്ട് ക്ലിയർ ചെയ്യുന്നത്. അപ്പം ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വലിയ റാങ്ക് ഫയലുകളൊക്കെ പഠിച്ചെടുക്കാൻ ഇന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാനും പാടാണ്. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ കണക്റ്റഡ് പോയിന്റ്സും പഠിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടില്ലാതെ, ബോറിംഗ് ഇല്ലാതെ പഠിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത. 10 മാസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു കോഴ്സിലേക്ക് നമ്മൾ 500 രൂപയാണ് ഈടാക്കുന്നത് ടോട്ടൽ. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. താങ്ക്